ഹലോ ഗെയ്സ്, ഞാനിന്ന് കുറച്ച് പയറെടുക്കാൻ പോവുകയാണേ. ഇന്നത്തെ ഇച്ചിരി പയറേ ഉള്ളൂ കേട്ടോ. കുറച്ചൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് എടുക്കുവാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് പടന്ന് കിടക്കുന്നതും കുറച്ച് എടുക്കുവാണേ. പിന്നെ ഈ സൈഡിൽ കുറച്ച് പയറും കൂടെ എടുക്കാവേ. ഇന്ന് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ഉണ്ടാവും, 20 സീഡ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം ഞാൻ കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന പയർ കണ്ടോ, ഈ പയറെല്ലാം ഇങ്ങനെ ചുരുണ്ട് കിടക്കുക. അതിനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്ന സമയത്ത് ഇത്രയും നല്ല ലെങ്ത് ഉണ്ടാവും. ഞാൻ ഈ പയർ കൃഷി ചെയ്യുന്ന ഈ മെഷിലാണ് കേട്ടോ. ഈ മെഷിൽ ഏതാണ്ട് ഞാനിവിടെ 4 കമ്പി വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് മെഷ് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇത് കറക്റ്റ് ചെയ്തതാണ്. അതിനുശേഷം പയർ ചുമടി വെച്ചിട്ട് മുകളിലേക്ക് പടത്തി വിട്ടായിരുന്നു. ഇത് നമുക്ക് അടുത്ത കൃഷി വരപ്പം ഇത് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഞാൻ കുറച്ച് പയറെന്നാണ് വിചാരിച്ചു, പക്ഷേ എടുത്തിട്ട് വന്നപ്പം ഇത്രയും ഉണ്ടായി. ഒരു 1 കിലോക്ക് കൂടുതൽ വരുമെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഞാൻ പിഴുതെടുക്കുന്നതേ, പക്ഷേ ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോഴേ ഇതിൻ്റെ ഉപയോഗം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മണ്ണ് വരത്തില്ല ഫസ്റ്റ് വൺ. ഇനി പെട്ടെന്നൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കങ്ങ് കറി വെച്ചാൽ മതി. ഞാൻ ഗ്രോ ബാഗിൽ സാൻഡ് വെച്ച് നട്ടത് കുറച്ചും കൂടി പുഷ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ മണ്ണിൽ നട്ടതാണേ. അതേപോലെ തന്നെയാണ് ഇത് ഗ്രോ ബാഗിൽ. പക്ഷേ ഇത് രണ്ടും ഞാൻ ഒരേ ടൈമിലാണ് നട്ടത്. പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് ഇച്ചിരി നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ ഗ്രോത്ത് കുറച്ച് കുറവാണ്. ഇന്നത്തെ ഹാർവസ്റ്റിംഗ് ഇത്രയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.